വാക്കുകളെ കൂട്ടിച്ചേർത്ത് എഴുതുകയാണ്. രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് അർത്ഥപൂർണ്ണമായ ഒരു വാചകം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള വാചകമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാക്ക എന്ന് പറയുന്ന വാക്കും പറന്നു എന്ന് പറയുന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് കാക്ക പറന്നു. അപ്പോൾ അതിന് അർത്ഥപൂർണ്ണമായൊരു വാചകം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. തവള എന്ന് പറയുന്ന വാക്കിനെയും ചാടി എന്ന് പറയുന്ന വാക്കിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് തവള ചാടി എന്ന് പറയുന്ന ഒരു വാചകം ഉണ്ടാക്കി. അതുപോലെ പട്ടം എന്ന് പറയുന്ന വാക്കും പറത്തി എന്ന് പറയുന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് പട്ടം പറത്തി. പിന്നെ പട്ടി എന്ന വാക്കും കുരച്ചു എന്ന് പറയുന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് പട്ടി കുരച്ചു എന്നുള്ള വാചകം. ഏറ്റവും ചെറിയ വാചകങ്ങളാണ് ഇതെല്ലാം. കുട്ടി എന്ന് പറയുന്ന വാക്കും കരഞ്ഞു എന്ന് പറയുന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് കുട്ടി കരഞ്ഞു. ഇനി ചോറ് എന്ന വാക്കും കഴിച്ചു എന്ന വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് ചോറ് കഴിച്ചു. ഇങ്ങനെ വാക്കുകളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് അർത്ഥപൂർണ്ണമായ വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇതിൽ കൂടുതൽ, ഇപ്പോൾ 2 എണ്ണമാണ് ഏറ്റവും കുറഞ്ഞതായിട്ടുള്ളത്. ഇനി 2-ൽ കൂടുതൽ 3-ഓ 4-ഓ വാക്കുകൾ ചേർത്ത് നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഒരു സെൻറ്റൻസായിട്ട് അത് മാറുന്നത്. അങ്ങനെ സെൻറ്റൻസുകളെ നമുക്ക് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്തെടുത്ത് പാരഗ്രാഫുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ 2 വാക്കുകൾക്കിടയിൽ 2 വാക്കുകൾ ചേർന്ന ഒരു സെൻറ്റൻസ് ആകുമ്പോൾ ആ വാക്കുകൾക്കിടയിൽ ചെറിയൊരു സ്പേസ്, ഒരു ചെറിയൊരു സ്ഥലം നമ്മളവിടെ ഇട്ട് കൊടുക്കും. എങ്കിൽ മാത്രമേ 2 വാക്കുകളും തമ്മിൽ സെപ്പറേറ്റ് അറിയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയാണ് വാചകങ്ങൾ ഉണ്ടാക്കുന്നത്.